നേരത്തെ എന്നോട് ചോദ്യം ചോദിച്ചേ നീ ഇങ്ങനെ ഡയറക്ടറായിട്ട് വന്നെന്നുള്ളത്. അതൊരു വലിയ ഹിസ്റ്ററിയാണ്. പക്ഷെ എന്റെ സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം എഴുത്തായിരുന്നു. അതിൽ ഞാൻ പോയംസ് നന്നായിട്ട് എഴുതും. ഇപ്പൊ ഉള്ള ആളുകളുടെ ഇതുപോലെ അല്ല എഴുത്ത്. അതിലെനിക്ക് തൃപ്തിയുള്ളതാണ്. അതിപ്പം തമ്പുരാൻ പറഞ്ഞല്ലോ. കാരണം എഴുതാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കഴിവല്ല. ആക്ച്വലി മേ ബി ഫ്രം നമ്മൾ എഴുത്തുകാരും നമ്മൾ ഈ പാട്ടുകാരും ഒക്കെ പറയുന്നത് ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരുന്നതാണ്. എഴുതുന്ന സമയത്ത് വാക്കുകൾ വരും. ഞാനിപ്പോ യൂസ് ചെയ്യുന്ന മീഡിയം പോലും ഇംഗ്ലീഷാണ്. പക്ഷെ ഞാൻ മലയാളത്തിൽ നന്നായിട്ട് എഴുതുന്നത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാറില്ല ചിലപ്പോഴൊക്കെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. പക്ഷെ ഞാനൊരു മൂഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ കുറെ കാലം ഞാൻ എഴുതില്ലായിരുന്നു. എഴുതാത്തതിന്റെ കാരണം എന്റെ പിതാവ് എന്നോട് എഴുതണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്താണ്. ഞാൻ എഴുതുന്നതൊക്കെ സംഭവങ്ങളായിട്ട് കാണുകയും സംഭവിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തത് കൊണ്ട് എന്റെ ഫാദർ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഇനി മുതൽ എഴുതണ്ട. അങ്ങനെ ഞാൻ നിർത്തി എഴുത്ത്. പിന്നീട് എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം എന്നെ കൊണ്ട് എഴുതിപ്പിക്കാമോ. ഒരു പേനയോ പേപ്പറോ എന്റെ അവിടെ വീട്ടിലില്ല ആക്ച്വലി. പക്ഷെ എവിടെന്നോ ഒരു പേപ്പറും കിട്ടി, ഒരു പേനയും അവിടെ ഉണ്ടാവും. ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു തോന്നൽ, ഇതുപോലെ മഴ പെയ്യുന്നു, ഞാൻ എഴുതുന്നു. 16 വർഷമായി ഞാൻ മലയാളം എഴുതിയിട്ട് ആ സമയത്ത്. കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം മലയാളം, ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞതിന് ശേഷം മലയാളം സ്റ്റോപ്പ് ചെയ്ത വ്യക്തിയാണ്. അപ്പോ എനിക്ക് പക്ഷെ ഒരു ലൈൻ പോലും അല്ലെങ്കിൽ ഒരു വേർഡ് പോലും, മലയാളത്തിലെ വേർഡ് പോലും തെറ്റാതെ എഴുതാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര അതിശയമായി. കാര്യം ഞാൻ മലയാള ഭാഷ എഴുതുന്നില്ല, വായിക്കുന്നില്ല, എന്നിട്ട് ഞാൻ എഴുതി. അപ്പൊ എനിക്കറിയാം ഞാനല്ലാതെ ചെയ്ത് എന്നെ കൊണ്ട് ഒരു ശക്തി ചെയ്യിപ്പിച്ചതാണ്. അതെന്റെ ഫാദർ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഞങ്ങള് സോങ്സ് ഒക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ ആദ്യം വീഡിയോ സോങ്സ്, പിന്നെ വിഷ്വലൈസ് ചെയ്യുക. ആ സോങ്സ് ഇപ്പൊ കാര്യം ഇത്ര എളുപ്പമാണല്ലോ ഇപ്പൊ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തു വന്നപ്പോ എന്റെ ഒരു ആഗ്രഹം സിനിമയിലെ എന്റെ ഒരു പാട്ട് കയറിയാൽ മതി. അതിനുവേണ്ടി ഞാൻ 2 കൊല്ലം നടന്നു. ആരും എനിക്ക് സാഹചര്യങ്ങൾ തന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതല്ല, എന്നെ എല്ലാരും പറയുന്നത് യുഎയിലൊക്കെ പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി എന്നാണ്. കാര്യം എന്റെ സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടികളെ പോലും ഞാൻ ഇന്നത്തെ നമ്മള് കുട്ടികൾ പഠിക്കുന്ന, അതായത് ഇപ്പൊ ജെൻസിയൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പോലെ പഠിപ്പിച്ചിട്ട് ഒരു നേപ്പാളി കുട്ടിയാണ് എന്നോട് ഇത് പറയുന്നത്. KG2 കഴിഞ്ഞപ്പോ കുട്ടി പറയും, ഞാൻ നീ grade 1 പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് മൈ യൂണിവേഴ്സിറ്റി. ഐ നോ അബൌട്ട് ദ വേൾഡ്. അപ്പൊ ഞങ്ങള് നമ്മുടെ പാഠപുസ്തകത്തിൽ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ദ ഹോൾ ഇന്റർനാഷണൽ തിങ്സ് ആണ് പഠിപ്പിക്കുന്നത്. എവിടെ പോയാലും ഒരു എയർപോർട്ടിന്റെ പേരും കൂടെ അറിയണം, അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്നെ എല്ലാരും പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട്. കാര്യം ഏത് കാര്യത്തിലും ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇവൻ എന്റെ ഒരു ബിസിനസ് തുടങ്ങിയാലും ഒരു ഫിലിം തുടങ്ങിയാലും എല്ലാം റിസർച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോ എനിക്ക് പോയിട്ടാൻ അറിയാത്തോണ്ട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണേ കേട്ടോ. കാര്യം എന്നെ യുഎയിലുള്ളവരാണെങ്കിൽ കൂടുതൽ പറഞ്ഞു തന്നെ എന്നെ കുറിച്ച്, അവർക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോ ഈ എഴുത്തിലേക്ക് ഞാൻ പറഞ്ഞു 2 കൊല്ലം ഞാൻ നടന്നു. അവസാനം ഒരു ഫിലിമിലേക്ക് എന്റെ സോങ് എടുത്തു. അവര് തന്നെ എന്നോട് പറഞ്ഞു അഭിനയിക്കാനും വിളിച്ചു. ഞാൻ പോയി അഭിനയിച്ചു. കാര്യം ഞാൻ ഷോർട്ട് ഫിലിംസിലൊക്കെ ഞാൻ തന്നെ, എന്റെ ഇതില് ആളെ കിട്ടിയില്ല, ഞാൻ തന്നെ അഭിനയിക്കുക അതുവരെയൊക്കെ. അപ്പോ അങ്ങനെ അഭിനയിച്ച് വെയിറ്റ് ചെയ്തു. 2 കൊല്ലം പിന്നെയും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ തന്നെ ഒരു സിനിമ, എന്നോടൊരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേറെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുകയും, പക്ഷെ ആ പ്രൊഡ്യൂസർ മാറുകയും പിന്നെ ഡയറക്ടർ പോവുകയും പിന്നെ അത് ഞാൻ തന്നെ എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ സപ്പോർട്ടിന് മറ്റുള്ളവരെ ഞങ്ങളുടെ കമ്പനിയിലെ കോ പാർട്ട്ണറായിട്ടുള്ള സലീം കുഞ്ഞിപ്പ എന്ന അദ്ദേഹവും കൂടെ ഞങ്ങളുടെ കൂടെ ചേർന്ന് ഈ സിനിമയെ നമ്മള് ആക്കി, ഫസ്റ്റ് ഫിലിം ആക്കി എടുക്കുക, റിലീസ് ചെയ്ത്. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ, ബാലപാഠം പഠിക്കുക. പിന്നീട് 2ാമത്തെ സിനിമ ഇപ്പൊ എനിക്ക് എളുപ്പമുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നുണ്ട്. അപ്പൊ എഴുതുന്നതാണ് എന്റെ ഒരു ആഗ്രഹം. എന്റെ സോങ്സ് വരണം. ഇല്ല, ഞാൻ ഒരാളുടെ അടുത്ത് പോയി ചോദിച്ച് എന്റെ സോങ് വരുമോ ഇല്ലെന്ന് എനിക്ക് ഒരു അറിവുമില്ല. ഇന്ന് ഞാനൊരു സിനിമ എടുക്കുമ്പോൾ 8 സോങ് എന്റെ പുറത്ത് വരും. ഞാൻ ലിറിസിസ്റ്റ് ആണ്. എന്റെ ഓൾറെഡി കഴിഞ്ഞ സിനിമയിലെ 4 സോങ് നിങ്ങൾ ചെക്ക് ചെയ്ത് IMDb-ലൊക്കെ കാണും. 4 സോങ്സ് ലിറിസിസ്റ്റ് ആകുമ്പോൾ ഓൾറെഡി എന്നെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ 8ാമത്തെ സോങ്, അപ്പൊ 12 സോങ്. ഇനി അടുത്ത ഫിലിം മൊത്തം സോങ് ആയിരിക്കും ചിലപ്പോ. കാര്യം പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല, ആർക്കും ബോറടിക്കത്തില്ല. അതുകൊണ്ട് 3 മിനിറ്റ് 5 സെക്കൻഡ്, 3 മിനിറ്റ് 10 സെക്കൻഡ് അങ്ങനെയൊക്കെ ഉള്ളൂ ഓരോ പാട്ടും. നിങ്ങൾ അയ്യോ ഇനി കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷെ ഈ സിനിമയിലുള്ള പ്രത്യേകത വേറൊന്നാണ്. ഈ ആലി എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ എല്ലാരെയും കൂട്ടിയിട്ട് പോയി കാണുക. കാര്യം ആലി എന്ന് പറഞ്ഞ സോങ് 3 പ്രാവശ്യം സിനിമയിൽ വരുന്നത്, പല പല ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ അതിന് ഭയങ്കര പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അത് ആ പാട്ട് പിന്നെയും പിന്നെയും അതിൻ്റെ അകത്ത് വരുന്നത്. 3 അല്ല 4 ലാസ്റ്റ് വന്നിട്ട് അത് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് ആയിരുന്നു. എന്റെ ടൈറ്റിലും കൂടെ പോകുന്നത് ആലി തന്നെ സോങ് ആണ്. അപ്പം സോങ് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾ ഏത് സോങ് കേൾക്കാറ്? ഇപ്പോഴത്തെ
മറ്റേ ഞാൻ പറയുന്നില്ല ആനിമൽസിന്റെ ഒക്കെ പേരൊക്കെ വിളിച്ചുകൊണ്ടുള്ള പാട്ടുകളാണോ, അതോ നല്ല വരികളുള്ള പഴയ വയലാറിന്റെ ഗാനങ്ങളും അല്ലെ ONV കുറുപ്പിന്റെ എന്റെ അമ്മാവൻ എഴുത്തുകാരനാണ്, സി രാധാകൃഷ്ണനാണ്. അപ്പോ അങ്ങനെ ഒരു ഫാമിലിയിലാണ് ഞാനിപ്പോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പകർന്നു കിട്ടിയതും ആയിരിക്കാം. പിന്നെ എന്റെ അച്ഛനും എഴുതുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ പബ്ലിസിറ്റി ഒന്നും അന്നത്തെ കാലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒന്നും ആയില്ല. പക്ഷെ എഴുത്തിലാണ് നമ്മളുടെ എന്താ പറയാ എല്ലാം ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടില്ല. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടില്ല. പക്ഷെ ഞാൻ അപ്പൊ മനസ്സിലാക്കിയത് എനിക്ക് അവസരങ്ങൾ കൊടുക്കാൻ കഴിയുന്നു. ചിലപ്പോൾ അതായിരിക്കും ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കൊക്കെ കഴിവുണ്ടോ ഞാനത് നോട്ട് ചെയ്ത് വെക്കും, ഞാൻ അവർക്ക് അവസരം കൊടുക്കും. അതാണ് എൻ്റെ